ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ റിട്ടയർഡ് ഔട്ടിലൂടെ തിരിച്ചു വിളിച്ച കോച്ച് അഭിഷേക് നായർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഹാർലിൻ ഡിയോൾ. ഇന്നലത്തെ വുമൻസ് പ്രീമിയർ ലീഗ് മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായിരുന്നു. 161 റൺസ് ചേസ് ചെയ്യാനിറങ്ങിയ UP ടീമിന് വേണ്ടി നാലാമതായി ഇറങ്ങിയ ഹാർലിൻ 39 പന്തിൽ നിന്ന് 12 ബൗണ്ടറികളോടെ പുറത്താകാതെ നേടിയത് 64 റൺസായിരുന്നു. ഒപ്പം ടീമിന് സീസണിലെ ആദ്യ വിജയവും നേടിക്കൊടുത്തു. ഹാർലിൻ ഓരോ ബൗണ്ടറി അടിക്കുമ്പോഴും ക്യാമറ കണ്ണുകൾ പതിച്ചത് അഭിഷേക് നായരുടെ മുഖത്തേക്കായിരുന്നു. ഇത്രയും ഫോമിലുള്ള ഹാർലിൻ ഡിയോളിനെ പിന്നെ എന്തിനായിരിക്കും കഴിഞ്ഞ കളിയിൽ തിരിച്ചു വിളിച്ചത്, അതും 47 റൺസ് നേടി നിൽക്കുന്ന സമയത്ത്. പകരം വന്ന ഡ്രയോൺ ഔട്ടാകുമ്പോൾ നേടിയിരുന്നത് വെറും 1 റണ്ണായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ആകെ നേടിയത് 3 ഓവറിൽ നിന്ന് 13 റൺസ് മാത്രം. മത്സരം UP തോൽക്കുകയും ചെയ്തു. ഇവിടെ കോച്ചിന്റെ ഭാഗത്ത് അയാളുടേതായ ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നേക്കാം. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഹാർലിന് പകരം വന്ന പ്ലെയർ. ഇന്നലത്തെ കളിയിൽ മാത്രം അടിച്ച സ്കോർ 11 പന്തിൽ 21 റൺസായിരുന്നു. അതും മറുതലക്കൽ ഹാർലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ. അവസാന ഓവറുകളിൽ അത്തരമൊരു എക്സ്പ്ലോഷൻ ആയിരിക്കാം അദ്ദേഹം കരുതിയിരുന്നതും. ഹാർലിൻ 47 റൺസ് എടുത്തിരുന്നുവെങ്കിലും അവസാന 18 പന്തിൽ വെറും 19 റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ. ഹാർദിക് പാണ്ഡ്യ പോലുള്ള ബാറ്റേഴ്സ് ഡെഗൌട്ടിലിരിക്കുമ്പോൾ 120 RSൽ ബാറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ആ കളിയിൽ കോച്ചിന് സംഭവിച്ച പിഴവ് മറ്റൊന്നായിരുന്നു. ആ പിഴവ് ഒഴിവാക്കാനാണ് സത്യത്തിൽ അങ്ങനൊരു റിട്ടയർഡ് ഔട്ട് വിളിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ റിസ്വാനെ ഇതേപോലെ BBLൽ തിരിച്ചു വിളിച്ചതും ചർച്ചാ വിഷയമായിരുന്നു. ടൂർണമെന്റിലുടനീളം ബാറ്റ് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുന്ന റിസ്വാനെ തിരിച്ചു വിളിച്ചതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും അവിടെയും സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇനിയുള്ള ടൂർണമെന്റുകളിൽ റിട്ടയർഡ് ഔട്ട് കൂടുതൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തവണ IPLലും നമുക്കത് പ്രതീക്ഷിക്കാം.